എന്തോ ഒരു ചെറിയ പ്രശ്നം വന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് 4ാമത്തെ സ്റ്റേജാണ്, അത് മൂർത്തു. ഇനി ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവുമെന്ന് പോലും അവർക്ക് സംശയമാണ്. നമ്മളെങ്ങനെ തിരിച്ചറിയും? നമ്മളൊന്നും ദിവസം പോയി ഇടയ്ക്കിടയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെന്നല്ലോ. എന്തെങ്കിലും കുഴപ്പം വരുമ്പോഴല്ലേ ഡോക്ടറുടെ അടുത്തേക്ക് പോവുക. അപ്പൊ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ ശരീരത്തിൽ ഇരുന്ന് ജീവനില്ലാത്ത ശരീരത്തിൽ ഇരിക്കുന്ന സമയത്തോ അപ്പൊ അതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നത്, പ്രചോദിപ്പിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത് ഈ അന്തരാത്മാവിൻ്റെ സാന്നിധ്യമാണ്. 1ാമത്തെ ശ്ലോകം, 1ാമത്തെ മന്ത്രം ഇതുമായി ബന്ധപ്പെടുത്തുമ്പോൾ 1ാമത്തെ മന്ത്രം ഓർമ്മയില്ല, പരാഞ്ചികാനി വ്യതന സ്വയംഭൂ. അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്തരാത്മാവിനെ കാണാൻ പറ്റില്ല. പക്ഷെ ഈ അന്തരാത്മാവ് ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഏതുപോലെ ഇവിടെ പറയാണ്, ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം. അത് പരമപദമാണ്, പരമാത്മാവാണ്. ആ പരമപദത്തെ, പരമാത്മാവിനെ സൂര്യന് പ്രകാശിപ്പിക്കാൻ സാധിക്കില്ല. അഗ്നിക്ക്, ചന്ദ്രതാരകങ്ങൾക്ക്, ഇടിമിന്നലിന് ഒന്നും സാധിക്കില്ല അതിന് പ്രകാശത്തെ കൊടുക്കാൻ. ഇപ്പം നമ്മൾ ഇവിടെ ഈ വെളിച്ചമൊക്കെ നമുക്ക് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇരുട്ടായ ഒരു സ്ഥലത്ത് ആയതുകൊണ്ടാണ് ഈ വെളിച്ചമൊക്കെ. ഈ ബൾബൊക്കെ എടുത്ത് പുറത്തെടുത്ത് വെച്ച് നോക്കൂ, ഇവയ്ക്കൊന്നും പ്രകാശമേ ഉണ്ടാവില്ല. ഇതവിടെ ഉണ്ടോയെന്ന് നമ്മൾ പോയി നോക്കേണ്ടി വരും, അടുത്തുനിന്ന് നോക്കേണ്ടി വരും. കാരണം എന്താണ്? അതിനേക്കാൾ എത്രയോ വലിയ പ്രകാശമാണ് സൂര്യനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി നമ്മൾ വൈകുന്നേരം ഇരുട്ടായാൽ ഇതിൻ്റെ പ്രഭ ഇതിനേക്കാൾ ഇരട്ടിയാണ്. കാരണം ചുറ്റും പ്രകാശമില്ല. അപ്പോൾ ഇത് നന്ന വലുതായിട്ട് വരും. ഇനി അവിടെ കത്തിച്ച് വെച്ചേക്കണ വിളക്ക് നോക്കൂ, ആ വിളക്കിന് എത്ര പ്രകാശം ഉണ്ടാവും? ആ വിളക്ക് വെറുതെ നമ്മുടെ ഒരു ചടങ്ങ്, ഒരു ആചാരം എന്ന നിലയ്ക്ക് കത്തിക്കാന്നല്ലാതെ കണ്ട് വെളിച്ചം കാണാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഇതിനു മുന്നിൽ അതൊന്നുമല്ല. സൂര്യപ്രകാശത്തിന് മുന്നിൽ ഇതൊന്നുമല്ല. അവിടെ സൂര്യൻ പ്രകാശിപ്പിക്കുന്നു. സൂര്യനെ പ്രകാശിപ്പിക്കാൻ സാധിക്കില്ല. കാരണം എന്താ? സൂര്യനേക്കാൾ വലിയ വെളിച്ചമാണത്. സൂര്യൻ പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിനൊന്നും നമ്മുടെ അറിവിലില്ല. ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, ഇടിമിന്നലിനില്ല, അഗ്നിക്കില്ല. അവയ്ക്കൊന്നും പ്രകാശിപ്പിക്കാൻ സാധിക്കില്ല. എന്നാലോ ഇവയൊക്കെ പ്രകാശിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പ്രകാശം വേണം. അതാണ് കാര്യം. എന്തുകൊണ്ടാ? അത് വേറൊന്നിൻ്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കാത്തതാണ്. അതിൻ്റെ പ്രകാശം കൊണ്ടാണ് എല്ലാം പ്രകാശിക്കുന്നത് എന്ന് മാത്രമല്ല, അത് സ്വയം പ്രകാശമാണ്. അത് സ്വയം പ്രകാശമാണ്. അതിന് വേറൊന്നും വേണ്ട. അതിന് പ്രകാശിക്കാനായിട്ട് വേറൊന്നിൻ്റെയും സാന്നിധ്യം വേണ്ട. അത് സ്വയം പ്രകാശമാണ്. ആദ്യം പറഞ്ഞ സ്വയംഭൂ എന്ന് പറഞ്ഞില്ലേ? സ്വയം ഭൂവായതാണ്, ഭവിച്ചതാണ്. അത് സ്വയം പ്രകാശമാണ്. സ്വയം പ്രകാശമാണ്, പരമപ്രകാശമാണ്. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതാണ്, എല്ലാറ്റിൻ്റെയും പ്രകാശമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇത് വളരെ എളുപ്പമാണ്. ഇത് സാധാരണ ദീപാരാധനയൊക്കെ ചൊല്ലുമ്പോൾ ചിന്മയാമിഷനിലും ഒക്കെ ചൊല്ലുന്ന ഒരു മന്ത്രം കൂടിയാണിത്. ഞാൻ ഈ കാണിക്കുന്ന ദീപം ഒന്നുമല്ല, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ കാണിക്കുക അങ്ങയുടെ മുന്നിൽ. കുതോയം അഗ്നി, ഈ അഗ്നി എന്ത്? എന്നാലും എനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങയോടുള്ള ഒരു ആരാധനയോടുകൂടി ഞാനിത് കാണിക്കുകയാണ്. ഈ അഗ്നിയെ, ദീപത്തെ കാണിക്കുകയാണ്. ആ പരമപ്രകാശത്തിൽ നിന്നാണ് എല്ലാ പ്രകാശവും. ഏതുപോലെയാണ്? കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഇവിടുത്തെ ലൈറ്റോ, ഇവിടുത്തെ ബൾബോ, ഇവിടുത്തെ ട്യൂബോ ഇവയൊന്നും പ്രകാശിക്കുന്നില്ല അതിനു മുന്നിൽ. ഇവിടുത്തെ മൈക്കോ, ഇവിടുത്തെ ഫാനോ, അവയൊന്നും അതിനു മുന്നിൽ ഒന്നുമല്ല. ഏതിനു മുന്നിൽ? വൈദ്യുതിക്ക് മുന്നിൽ. ഈ കാണുന്ന ബൾബ് കൊണ്ടോ, ഈ കാണുന്ന ഫാൻ കൊണ്ടോ, ഈ കാണുന്ന മൈക്ക് കൊണ്ടോ വൈദ്യുതിയെ പ്രകാശിപ്പിക്കാൻ സാധിക്കില്ല. വൈദ്യുതി എന്താന്ന് തിരിച്ചറിയാൻ പറ്റുമോ?
വൈദ്യുതി ഫാനിലൂടെ പോയാൽ അത് കറങ്ങും, കാറ്റ് കിട്ടും. വൈദ്യുതി മൈക്കിലൂടെ പോയാൽ അത് മൈക്രോഫോണിലൂടെ ശബ്ദമായിട്ട് വരും, ഉപകരണം കേടില്ലെങ്കിൽ. വൈദ്യുതി ട്യൂബിലൂടെ പോയാൽ ട്യൂബ് ലൈറ്റിൻ്റെ പ്രകാശം, സാധാരണ ബൾബിലൂടെ പോയാൽ സാധാരണ ബൾബിൻ്റെ പ്രകാശം, സീരിയൽ ലൈറ്റിലൂടെ പോയാൽ അതിൻ്റെ പ്രകാശം. വൈദ്യുതി ഫ്രിഡ്ജിലൂടെ പോയാൽ തണുപ്പ്, വൈദ്യുതി ഹീറ്ററിലൂടെ പോയാൽ ചൂട്. ഇങ്ങനെ ഓരോന്നും ഉപകരണം എന്താണോ അതനുസരിച്ച്. വാഷിംഗ് മെഷീനിലൂടെ പോയാൽ അതിൻ്റെ പ്രവർത്തനം. പക്ഷെ എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുന്ന എന്താണ്? ഒരേ ഒരു വൈദ്യുതിയാണ്. അപ്പോൾ വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചമാണോ, ഈ കാണുന്ന ഫാനിൻ്റെ കറക്കമാണോ, ഈ ശബ്ദമാണോ? അല്ല, അതിനൊക്കെ അപ്പുറത്താണ്. ഇവ കൊണ്ട് അതിനെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? ഇല്ല. കറണ്ട് പോണ വയറിൽ തൊട്ടാൽ ഷോക്ക് അടിക്കും. നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഷോക്ക് അടിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ എന്നെ ഒന്നും ഷോക്ക് അടിക്കില്ല, ഷോക്ക് അടിച്ചാൽ എനിക്ക് പുല്ല എന്നൊക്കെ പറയും. ഷോക്ക് അടിച്ചാലോ പിന്നെ മര്യാദക്കാരനായിക്കോളും. പിന്നെ എല്ലാവരോടും പറയുന്നത് അതെ അവിടെ പോകണ്ട, ചവിട്ടിയ ഷോക്ക് അടിക്കും. ചിന്മയാനന്ദ സ്വാമിജിയോട് ആരോ പോലെ പറഞ്ഞപ്പോൾ അങ്ങനെ തർക്കത്തിന് ചോദിച്ചു, സ്വാമിജി എന്താണ് ഇലക്ട്രിക് ഷോക്ക്? എനിക്ക് മനസ്സിലായില്ല. ഇവിടെ അവിടെ ഒരു സോക്കറ്റ് ഉണ്ട്. സ്വാമിജി പറഞ്ഞു അതിൽ ബാറ്റിൽ വയ്ക്കുക, എന്നിട്ട് സ്വിച്ച് ഇടുക. അപ്പം ഇട്ടു, അപ്പോൾ ഷോക്ക് അടിച്ചു. ഇനി പറയാം എന്താ ഷോക്ക്? അല്ല, സ്വാമി ബാറ്റിൽ വയ്ക്കാം. ഞാൻ പറയാൻ പറ്റും നമുക്ക്, അത്ര തന്നെ. ചിലപ്പോൾ ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. ചില സാധനങ്ങളൊന്നും നമുക്ക് പറയാനേ പറ്റില്ല, നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത് പറഞ്ഞ് വേറെ ആൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം അനുഭവിക്കണമെങ്കിൽ ഇവിടെ പറയുകയാണ്, ആ സ്വയം പ്രകാശത്തെ, അന്തരാത്മാവിനെ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉള്ളിലേക്ക് നോക്കണം, ആവർത്ത ചക്ഷുവാവണം. അപ്പോ നമുക്കറിയാൻ സാധിക്കും, അമൃതത്വത്തെ നേടാനായി സാധിക്കും, മരണമില്ലാത്ത അവസ്ഥയെ നേടാനായി സാധിക്കും. അപ്പൊ എല്ലാറ്റിലും അത് പ്രചോദകമായി പ്രവർത്തിപ്പിക്കുന്നതായി അതിൻ്റെ സാന്നിധ്യമുണ്ട്. ഇപ്പം എത്ര നല്ല വില കൂടിയ വൈദ്യുതോപകരണവും നമുക്ക് വാങ്ങിച്ചു വെക്കാം, വൈദ്യുതി ഇല്ലെങ്കിലോ? അത് AC-യോ DC-യോ ഏതെങ്കിലും ആവട്ടെ. AC DC എന്നൊക്കെ പറഞ്ഞാറില്ലേ, കറണ്ടിലെ ചില പദങ്ങളാണ്. ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യുതി വേണം അവ പ്രവർത്തിക്കാനായിട്ട്. ഇനി ഉപകരണങ്ങൾ കേടുവന്നു എന്ന് വിചാരിക്കുക, നിങ്ങൾ എത്ര വൈദ്യുതി അതിലേക്ക് കടത്തി വിട്ടിട്ടും അത് പ്രവർത്തിക്കില്ല. കാരണം ഉപകരണം നന്നാവണം അല്ലേ? നമ്മുടെ ശരീരം പതിക്കേണ്ട സമയമായി, പതിച്ചു, കേടുവന്നു, പിന്നെ അതിലേക്ക് എന്ത് കൊടുത്തിട്ട് എന്ത് കാര്യം? അപ്പം നമ്മുടെ ഉപകരണങ്ങൾ, ഇന്ദ്രിയങ്ങൾ പുറമേക്ക് തുറന്നു വെച്ചവയാണ്, അവ പുറത്തെ കാഴ്ചകൾ കാണുന്നവയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പുറമേ കാര്യങ്ങളൊക്കെ കണ്ട്, പുറമേയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത്, പുറമേയുള്ള കാര്യങ്ങളിലൊക്കെ രമിച്ച് അത് തന്നെ കേമമാണെന്ന് പറഞ്ഞ് നമ്മളാരും ഉള്ളിലെ കാര്യത്തെ അന്വേഷിക്കുന്നില്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എത്ര പേര് തന്നെ ഉള്ളിലെ കാര്യത്തെ അന്വേഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കേണ്ട ആരോടാണ്? എന്നോടാണ് ചോദിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ചോദിക്കും നമ്മളോടാണ്. നമ്മൾ ഉള്ളിലേക്ക് കണ്ണ് തുറന്നിട്ടുണ്ടോ? ഉള്ളിൽ അന്തരാത്മാവിനെ അറിയാനായി, നമ്മെ അറിയാനായി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ചർച്ച ചെയ്യുന്ന, നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ കേൾക്കുന്ന, പറയുന്ന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്തിനെ കുറിച്ചാണ്? ഇപ്പോൾ നമ്മൾ എത്ര സമയം വേണ്ട കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, വേണ്ടാത്ത കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട്, വേദാന്ത കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. വേണ്ടാത്തതാണോ വേദാന്തമാണോ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഇപ്പം വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ പറയും വേദാന്തമൊന്നും പറയണ്ടെന്ന് പറയും. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ആലോചിക്കണം? നിങ്ങളതിനെ ആലോചിച്ച് നോക്കുക. നമ്മളൊരു ദിവസത്തിൽ നമ്മൾ എത്ര സമയം
ഈ വക കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്? നമ്മൾ കണ്ടതും കേട്ടതും രുചിച്ചതും മണത്തതുമായ കാര്യങ്ങളാണോ ചർച്ച ചെയ്യുന്നത്? അതോ നമ്മുടെ അന്തരാത്മാവിനെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്? ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന, കണ്ണിന് കാഴ്ചയെ തരുന്ന, നാക്കിന് രുചിയെ തരുന്ന, കാതിന് കേൾവിയെ തരുന്ന, തൊലിക്ക് സ്പർശത്തെ തരുന്ന, മൂക്കിന് മണത്തെ തരുന്ന, അതിനൊക്കെ തരാനായി സാധിക്കുന്നതായ ആ അന്തരാത്മാവിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്നുണ്ടോ? അതിനെ അറിയാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആലോചിച്ച് നോക്കണം. ദിവസവും നമ്മൾ വിചിന്തനം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഇപ്പം നമ്മൾ വിചിന്തനം ചെയ്യുന്നത് മറ്റ് പല പല കാര്യങ്ങൾ, നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെയാണ് നമ്മൾ വിചിന്തനം. പക്ഷെ അതെല്ലാം വേണം. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ, നമ്മൾ ഈ മനുഷ്യ ശരീരം എടുത്ത് ജീവിക്കണമെങ്കിൽ, ഏത് ശരീരം എടുത്ത് ജീവിച്ചാലും ഇതൊക്കെ വേണം. പക്ഷെ ഇതിലൂടെ നമ്മൾ നേടേണ്ടത്, ഇപ്പം നമ്മൾ നേടുന്നത് വെറും ജ്ഞാനമാണ്, ഭൗതികമായ ജ്ഞാനമാണ്. ഈ ഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ലോകത്തെ കാര്യങ്ങളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും രുചിക്കുകയും മണക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന, അറിവ് നേടുകയൊക്കെ ചെയ്യുന്നത്. ഇതിനപ്പുറമായിട്ട് ആധ്യാത്മിക ജ്ഞാനത്തെ, ആത്മീയമായ ജ്ഞാനത്തെ, അറിവിനെ നമ്മൾ വിചിന്തനം ചെയ്യുന്നുണ്ടോ? നമ്മൾ അനുഭവമാക്കുന്നുണ്ടോ? ഇതാ ചോദിക്കുന്നത്. ഇതാണ് വേണ്ടത് എന്ന് പറയാം. ഇനി ഒരു മന്ത്രം കൂടിയും പറയാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടി ഉണ്ടാവും. ഒന്നാമത്തെ മന്ത്രം പറഞ്ഞില്ല. അപ്പൊ രണ്ടാമത്തെ ആദ്യത്തെ മന്ത്രം പറഞ്ഞാൽ അതിന് വിഷമാവില്ലേ? പുരമേകാദശദ്വാരം അജസ്യാവക്രചേതസഃ അനുഷ്ഠായന ശോചതി വിമുക്തശ്ച വിമുക്തയേ ഏതത് വൈതത്. ഏതത് വൈതത് പറഞ്ഞില്ല. അല്ല, ഏതത് വൈതത് പറയാനൊന്നുമില്ല. അത് തന്നെ, അതിനെക്കുറിച്ച് ഇത്ര നേരം പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് തന്നെയാണ് അറിയേണ്ടത് എന്ന് പറയാം. ഏതത് വൈതത്. അപ്പൊ ഇവിടെ പുരം ഏകാദശദ്വാരം. പുരം പട്ടണം. ഏത് പട്ടണം? തിരുവനന്തപുരം പട്ടണം എന്നല്ല, നമ്മുടെ ശരീരമാകുന്ന പട്ടണം. ഒരു പട്ടണത്തിനെ പോലെ, ഒരു പട്ടണത്തിൽ എന്തൊക്കെ ഉണ്ടാകുമോ അതെല്ലാം ഈ ശരീരത്തിലുണ്ട്. അല്ലെങ്കിൽ ഈ പട്ടണത്തിൽ എന്തൊക്കെ വൈവിധ്യങ്ങൾ ഉണ്ടാകുമോ ആ വൈവിധ്യങ്ങളൊക്കെ ഈ ശരീരത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് പുരത്തിനോട്, പട്ടണത്തിനോട് ഈ ശരീരത്തെ ഉപമിച്ചിരിക്കുകയാണ്. പട്ടണത്തിൽ പലതും കാണാം. അപ്പൊ തിരുവനന്തപുരത്തേക്ക് ഇറങ്ങി നോക്കിയാൽ പലതരത്തിലെ കെട്ടിടങ്ങളും റോഡുകളും വാഹനങ്ങളും സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, ഇങ്ങനെ ആശുപത്രികൾ, പോലീസ് സ്റ്റേഷൻ, കോടതി, അത് ഇത്. അതിൻ്റെ ഒരു മൂലയ്ക്ക് നമ്മളെപ്പോലെ കുറച്ച് ആൾക്കാരും വേദാന്തം പഠിക്കാനിരിക്കുന്നുണ്ടാവും. ലക്ഷക്കണക്കിന് ആൾക്കാർ തിരുവനന്തപുരത്തുള്ളവർക്ക് 100 പേരോ 50 പേരോ ഒക്കെ വന്നിരിക്കുന്നുണ്ടാവും. എന്നിട്ടോ എന്തൊക്കെയോ ആ സ്വാമി പറയുന്നുണ്ട്. ഇത്ര ദിവസം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കേൾക്കുക, ഉറങ്ങുക, കേൾക്കുക മാത്രമായിരുന്നു. ഇങ്ങനെ പല പല വൈവിധ്യങ്ങളുള്ള നഗരം പോലെയാണ് ഈ ശരീരം. പുരം ഏകാദശദ്വാരം, 11 ദ്വാരങ്ങളുണ്ട്, പൊത്തുകളുണ്ട്. അതിൽ 7 തലയിൽ തന്നെ ഉണ്ട് എന്നാണ്. 2 ചെവി, 2 ദ്വാരമായില്ലേ? എണ്ണം വേണമെങ്കിൽ പിടിച്ചു, തെറ്റണ്ട. 2 കണ്ണ്, 4 മൂക്കിന് 2 തൊള, 6. വായ 7. 7 ഞാൻ പറഞ്ഞത്? ഭാഗ്യം. 7 ഇവിടെ തന്നെയുണ്ട്. ഇനിയോ ജനനേന്ദ്രിയം, വിസർജനേന്ദ്രിയം, അപ്പോ 9. നാഭി, പൊക്കിൾക്കൊടി 10. മുകളിൽ ഇവിടെ നമ്മൾ രാസനാദിപ്പൊടിയൊക്കെ തേക്കുന്ന സ്ഥലമല്ലേ, നെറുക, ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്, അവിടെ ദ്വാരമുണ്ട്. 11 ഉണ്ട്. നമ്മുടെ സമാധാനത്തിന് ചിലപ്പോൾ നവദ്വാര എന്നൊക്കെ പറയും, ചിലപ്പോൾ ഏകാദശദ്വാരം എന്ന് പറയും. നവദ്വാരേ പുരേ ദേഹി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഏതൊരു പുസ്തകത്തിലുണ്ടല്ലോ. ഭഗവത്ഗീതയില് ഉണ്ട് അല്ലേ? ഏതോ പുസ്തകത്തിലുണ്ട്. നവദ്വാരേ പുരേ ദേഹിന്ന്. അപ്പൊ ഇവിടെ പറയുന്നത് പുരം ഏകാദശം, അവിടെ 9 പറഞ്ഞ് 11 സത്യം പറഞ്ഞാൽ നമ്മളെ സമാധാനിക്കാൻ പറഞ്ഞതാ. മൊത്തം എങ്ങനെ അറിയാം? ഈ പഴയ ചൂരൽക്കൊട്ടയില്ലേ, ചൂരൽക്കൊട്ട,
ചൂരക്കട്ട കണ്ടിട്ടില്ലേ? അതിൽ വെള്ളം എടുത്താൽ എങ്ങനെയുണ്ടാവും? മിനിറ്റ് വെച്ചിട്ട് വെള്ളമൊന്നും അതിലുണ്ടാവില്ല. അതുപോലെ മൊത്തം ഓട്ടപാത്രമാണ്. സംശയം ഉണ്ടെങ്കിൽ ആ ഗേറ്റ് വരെ ഓടിയിട്ട് കൂടി വന്നാൽ മതി. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് വെള്ളം വരണമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഹോട്ടലിൽ ഓർത്തുന്നല്ലേ വെള്ളം വരുള്ളൂ. എല്ലായിടത്തും നിറച്ച് തുളയാ. ഇതാണ് നമ്മൾ പൗഡറും സാൻഡും പെർഫ്യൂമും അതും ഇതൊക്കെ തേച്ച് ഉള്ള ഹോട്ടലൊക്കെ കുഷ്കും എന്നൊക്കെ അടിച്ചിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ വേണം. കാരണം എന്താ അറിയോ, അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. കാരണം ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്ന സാധനങ്ങൾ ഇല്ലേ, ചെവിയിൽ നിന്ന് എന്താ വരിക? നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ ഞാനൊക്കെ ചെയ്യുന്ന അല്ലേ. പിന്നെ ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ളതാ, എപ്പോഴും ഉറക്കായ കാരണേ. പിന്നെ വയസ്സായ പറയുക വേണം, നമ്മൾ അറിയാണ്ട് തന്നെ വരും. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശരിയാക്കണം. എവിടെ അവനവൻ്റെ മുണ്ടിൽ ഷട്ടിലൊക്കെ തുടയ്ക്കുന്ന, അല്ലാണ്ട് വേഗം പാകൊന്നുമില്ല, അല്ലെങ്കിൽ ടവലിൽ തുറക്കണം. പിന്നെയോ ഇതൊക്കെ വൃത്തിയാക്കണേ. നാട്ടുകാരെല്ലാവരും ഇരിക്കുമ്പോൾ വൃത്തിയാക്കണ്ട, സൗകര്യമുള്ള സമയത്തൊക്കെ വൃത്തിയാക്കുക ഇല്ലേ. പിന്നെ വായെന്ന് പറയുന്നതോ, നമ്മളൊന്ന് കിടന്നാൽ മതി. ഈ വഴിക്കാണ് വരിക, ഈ വഴിക്കാണ് വരിക, രണ്ട് വഴിക്കും വരുമോ? തലോണയൊക്കെ വെച്ച് കിടക്കുമ്പോൾ നന്നായിട്ട് തുണിയൊക്കെ വേറെ. ഞാൻ എങ്ങനെയാണ് കിടക്കാറ്? കാരണം തലോണ കവർ വൃത്തികേടാക്കാൻ പറ്റില്ലല്ലോ. ഏത് വഴിക്കൊക്കെ വരിക എന്ന് പറയാൻ പറ്റില്ല. ഉറങ്ങുമ്പോഴാണ് പറഞ്ഞേ, ഉണർന്നിരിക്കുമ്പോൾ വേറെ. അതിങ്ങനെ പലതും കണ്ട വരും. ഇവിടെ നമ്മൾ പുറത്തേക്ക് വരാതെ നമ്മൾ അകത്തേക്ക് തന്നെ എടുക്കണ കാരണം കുഴപ്പമില്ല. നോക്ക്, ഈ എല്ലാ പൊത്തുനിന്നും വരുന്നത് ഇല്ലേ. പിന്നെ മലമൂത്രങ്ങളുടെ വേറെ കാര്യം പറയേണ്ട കാര്യമില്ല. അതിനൊക്കെ നമ്മളിപ്പോൾ സൗകര്യം കണ്ടെത്തുന്നുണ്ട്. ഡയപ്പർ കെട്ടിയാൽ മതി, ഏത് പ്രായമായാലും കെട്ടിയാൽ. പുറത്തേക്ക് പോകാണ് നോക്കിയാൽ മതി, നാട്ടുകാർക്ക് ബുദ്ധിമുട്ട്. എവിടെ വേണമെങ്കിൽ വരാം അല്ലേ. ഏത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും വേർത്തൊലിച്ചാൽ നമുക്കൊക്കെ തുടച്ച് കളയാം. പക്ഷെ എത്ര തുടയ്ക്കും? പറഞ്ഞത് പുരം ഏകാദശം, ഈ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. 11 ദ്വാരങ്ങളുള്ള ഈ ശരീരം. 11 മനസ്സിലായല്ലോ. 9 പറഞ്ഞ സമയത്ത് പൊക്കിള്, നാഭിയും ബ്രഹ്മരന്ധ്രവും പെടുത്തില്ല. ബാക്കി 9, 7 തലയിൽ തന്നെയുണ്ട്. അപ്പൊ ഈ ഏകാദശദ്വാരമാണ്. ആ പുരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അറിയുക. അതിനെക്കുറിച്ച് അറിഞ്ഞാൽ പിന്നെ അതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല. അതിനുള്ളിലിരിക്കുന്നതിനെ അറിഞ്ഞാൽ അത് വിമുക്തിക്കായിട്ട് നമ്മളെ സഹായിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടെ ഈ പുരത്തിൽ പെടും. കാത്, കണ്ണ്. പക്ഷെ ഇവിടെ എന്താണ്? ഇന്ദ്രിയ ഗോളകങ്ങളാണ്. നേരിട്ട് ഇന്ദ്രിയങ്ങളല്ല പറഞ്ഞ, ഇന്ദ്രിയങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. ചെവി എന്ന് പറഞ്ഞാൽ ഇതല്ല, ശ്രോത്രം ഇതല്ല ശരിക്കും. ഇതിപ്പോൾ ഇതിന് വലിപ്പം ചെറുപ്പം ഉണ്ടായി 2-3 കമ്മൽ കൂടുതലോ കുറവോ ഇടാമെന്നല്ലാതെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലേ. കണ്ണിത്തിരി വലുതായാൽ ഭുല്ലാരവിന്ദായ പത്രനേത്ര എന്നൊക്കെ പറയാം. എന്നിട്ട് കൺമശിക്ക് ഇത്തിരി നന്നായിട്ട് എഴുതി ഇരിക്കാം. നല്ല കണ്ണാണല്ലോ, നല്ല കണ്ണായാലും കാഴ്ചയില്ലെങ്കിൽ പോയില്ലേ അല്ലേ. മൂക്കാണെങ്കിലും ഒത്തിരി മൂക്കാണ്, 2 മൂക്കുത്തിയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇടാം. പക്ഷെ ഗന്ധമെടുക്കാനുള്ള കഴിവുണ്ടാവണം. ഇങ്ങനെ ഓരോന്നും ഇന്ദ്രിയ ഗോളകങ്ങളൊക്കെ. അപ്പൊ അവയ്ക്കുള്ള ദ്വാരങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇന്ദ്രിയങ്ങളുണ്ട്, ഇന്ദ്രിയ ഗോളകങ്ങളുണ്ട്. പക്ഷെ ഇവയൊക്കെ ദ്വാരമാണ്. ഇവയൊക്കെ ദ്വാരം എന്ന് പറഞ്ഞാൽ വാതിലിന് ഒരർത്ഥം, കവാടം. അത് പുറത്തേക്ക് പോകാനുള്ള. അപ്പൊ ഇവിടുത്തെ ദ്വാരങ്ങളാണ് ഈ 4. ഇത്ര 4 അല്ലേ, 1, 2 അപ്പുറത്തെണ്ണം തോന്നുന്നു 4 പുറത്തേക്ക് പോകാനുള്ള. ഇന്ദ്രിയങ്ങൾക്ക് അതേപോലെ പുറത്തേക്ക് പോകാനുള്ള ദ്വാരങ്ങളാണിത്. അപ്പം അതിലൂടെ ഇന്ദ്രിയങ്ങൾ മാത്രമല്ല പോവുക, ശരീരത്തിലെ എല്ലാ വേസ്റ്റും ദുഷ്ടും പുറത്തേക്ക് പോകും. അപ്പം അതിൽ നമ്മൾ അഭിരമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? അവയൊക്കെ പ്രവർത്തിപ്പിക്കുന്നതായ അന്തരാത്മാവിനെ അറിയണം. ആ അന്തരാത്മാവിനെ അറിയാം. ഈ കഠോപനിഷത്ത് ഞാൻ ഈ വല്ലികളിലൊക്കെ ഇതിൽ ഏതൊക്കെ ശ്ലോകങ്ങളാണ് പറയുക. കാരണം എല്ലാതും പല പല സമയത്ത് നമ്മൾ എടുത്ത് കോട്ട് ചെയ്യുന്ന കുറേ ശ്ലോകങ്ങളാണ്. ഇതിങ്ങനെ രസമായിട്ട് വായിച്ചു പോകാനും നല്ല രസമാണ് ഈ കഠോപനിഷത്തിലെ ഭാഗങ്ങളൊക്കെ. എല്ലാ ഉപനിഷത്തും അങ്ങനെ രസകരമായി വായിക്കാൻ പറ്റില്ല. ചില ഉപനിഷത്ത് വായിക്കാൻ ചെറിയ എന്താ പറയുക, വൃത്തം ചെറിയ രീതിയിൽ വ്യത്യാസമൊക്കെ ഉള്ളതുകൊണ്ട് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇവിടെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആ ഏകാദശമായ പുരത്തെക്കുറിച്ച് അറിഞ്ഞ് അതിലെല്ലാ താല്പര്യം വെക്കേണ്ടത്
നമ്മൾ അതിന് ആധാരമായിരിക്കുന്ന അന്തരാത്മാവിലാണ് താല്പര്യം വെക്കേണ്ടത് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യം അതാണ്. അമൃതത്വം ഇച്ഛൻ, അമൃതത്വ പ്രാപ്തിയാണ്. അതിന് നമ്മൾ ആരാവണം? നമ്മൾ ധീരരാവണം. ധീ എന്ന് പറഞ്ഞ ബുദ്ധി, വിവേക ബുദ്ധി. എന്താ വിവേക ബുദ്ധി? നിത്യവസ്തു വിവേകം. എന്താണ് നിത്യവസ്തു? ഏകം ബ്രഹ്മ തദ്വ്യതിരിക്തം സർവമനിത്യം. നിത്യാനിത്യവസ്തു വിവേക. ഏകമായ ഒന്ന് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. തദ്വ്യതിരിക്തം, അതിൽ നിന്ന് വേറിട്ടതൊക്കെ അനിത്യം, സർവം അനിത്യം. അതിലൊന്നും താല്പര്യം വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും താല്പര്യം വെക്കുന്നത് എന്താണ്? അനിത്യമായ വസ്തുവിലാണ്. നിത്യമല്ലാത്തതിൽ താല്പര്യം വയ്ക്കുകയാണെങ്കിൽ അത് വിവേകത്തിൻ്റെ ലക്ഷണമല്ല, ബുദ്ധിയുടെ ലക്ഷണമല്ല. അപ്പൊ വിവേകി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നിത്യവസ്തുവിൽ, നിത്യവസ്തു ഏകം ബ്രഹ്മ. എന്താ നിത്യത്തിൻ്റെ പ്രത്യേകത? അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. ഇന്നലെയും ഇന്നും നാളെയും, ഇന്നലെയും ഇന്നും നാളെയും, ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും നിലനിൽക്കണം. അതിൽ താല്പര്യം വയ്ക്കുന്ന ആളുകളാവണം. ഏതത് വൈതത്, അത് 13ഓളം തവണ ആവർത്തിച്ച് വരുന്നുണ്ട്. സംശയം നിങ്ങൾ എണ്ണി നോക്കുക, കൂടുതലായി കുറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ പറയുന്നത്? ഇതാണ് ഏതത്, ഇത്. വൈ എന്നുള്ള വാക്കുകൊണ്ട് യഥാർത്ഥത്തിൽ, വാസ്തവത്തിൽ, അല്ലെങ്കിൽ ശരിക്കു പറഞ്ഞാൽ തത്, അത്. ഇത് തന്നെയാണ് അത്. ഏത്? ആ പരമാത്മ തത്വം തന്നെയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അറിവുള്ള ആളുകൾ അന്വേഷിക്കുന്നത്. ദേവന്മാര്, അറിവുള്ള ആളുകള്, ഋഷിമാര്, മുനിമാര്, ആത്മജ്ഞാനികള്, ഇവരൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയത്, അല്ലെങ്കിൽ കണ്ടെത്താനായി പ്രയത്നിക്കുന്ന അത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അത് എന്ന് യമധർമ്മദേവനായ ഗുരു ശിഷ്യനായ നചികേതസിന് പറഞ്ഞു. എന്താണോ നീ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ഈ ആത്മാവ്. ഏതദ് വൈതത്. ശരിക്കും പറഞ്ഞാൽ ഇതില് ഈ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അതിനെ വിവരിക്കലാണ് ഇതെല്ലാം. ഏതദ് വൈതത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, നമ്മൾ മന്ത്രം എന്നൊക്കെ പറയണ പോലെ, അല്ലെങ്കിൽ ഉപനിഷത്തിലെ മഹാവാക്യങ്ങളുണ്ടല്ലോ, ശ്രുതിവാക്യങ്ങളിൽ പ്രധാനപ്പെട്ട വാക്യമായിട്ട് പറയാവുന്നതാണ് ഏതദ് വൈതത്. അത് തന്നെയാണ്. വാസ്തവത്തിൽ എന്താണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണിത്. എന്തിനെയാണോ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണിത്. ഏതദ് വൈതത്. ഇവിടെ നമുക്ക് കുറേ സ്ഥലത്ത് കാണാം. പ്രത്യേകിച്ചും ഈ 4-ാമത്തെ വല്ലി, അല്ലെങ്കിൽ 1-ാമത്തെ വല്ലിയിൽ, 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വല്ലിയിൽ ഏകദേശം 10 തവണ അത് ആവർത്തിച്ച് പറയുന്നത് ഏതദ് വൈതത്, ഏതദ് വൈതത്. ഓരോ മന്ത്രം കഴിയുമ്പോഴും അവസാനം ഏതദ് വൈതത്. അത് കഴിഞ്ഞ് പിന്നെ 3-4 തവണ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞത് എന്താണ്? അത് തന്നെയാണ് ഇത്. ഇത്ര നേരം പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഇത്. വാസ്തവത്തിൽ അത് തന്നെയാണ് ഇത്. അങ്ങനെ വാസ്തവത്തിൽ അത് തന്നെയായ ഇതിനെക്കുറിച്ച് ഇത്ര നേരം പറഞ്ഞതുകൊണ്ട് ഞാൻ നിർത്താൻ പോവാ. എനിക്ക് 10:45 വരെ സമയം തന്നിട്ടുണ്ട്. ഇപ്പൊ 10:44. ഇതിനെക്കുറിച്ച് എത്രയോ പറയാം. എത്ര പറഞ്ഞാലും വാക്കൊന്നും അവിടെ എത്തില്ല. ന തത്ര വാഗ്ഗച്ഛതി ന മനോ ന വിദ്മോ ന വിജാനീമോ എന്ന് വേറെ ഉപനിഷത്ത്. അവിടെ വാക്കെത്തില്ല, മനസ്സെത്തില്ല, ബുദ്ധിയെത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു തന്ന ഗുരുപരമ്പരയ്ക്ക് മുന്നിൽ, പൂജ്യ ഗുരുദേവൻ ചിന്മയാനന്ദ സ്വാമിജിക്ക് മുന്നിലെ, ആചാര്യസ്വാമികൾക്ക് മുന്നിലെ, ഗുരുപരമ്പരയ്ക്ക് മുന്നിലെ എല്ലാ പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് എത്ര നമസ്കരിച്ചാലും നമുക്ക് മതിയാവില്ല. അല്ലെങ്കിൽ നമ്മളൊന്നും ഇതൊന്നും കാണുകയോ അറിയുകയോ വായിക്കുകയോ ഒന്നും ചെയ്യില്ല. അവരുടെയൊക്കെ കരുണയാണ് നമുക്കിതൊക്കെ വായിക്കാനോ പഠിക്കാനോ പറയാനോ ഒക്കെ സാധിക്കുന്നത്. എല്ലാ വാക്കുകളും അവിടെ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.